വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ 57-ാമത്തെ ആയത്ത് വരെ ഓതി പഠിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ജന്നാത്തുൻ നഈം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സത്യനിഷേധികളായി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ജീവിച്ചാൽ അദാബും മുഹീൻ, വേദനിക്കുന്ന അപമാനിക്കുന്ന കഠിനമായ ശിക്ഷകൾ അവർക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനവും മഹത്വവും അതിൻ്റെതായ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം ആ 2 ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ് എന്ന് പറയുന്ന 56-ാമത്തെയും 57-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹി യഹ്കുമു ബൈനഹും فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. അദാബുൻ മുഹീൻ എന്ന് പറയാനില്ല, അദാബും. ഫൗലൈക ലഹും അദാബും മുഹീൻ. ആയത്തൊന്ന് ഓതിക്കുക. വല്ലദീന കഫറു ഫൗലൈക ലഹും അദാബും മുഹീൻ. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോവാണ്. ഞാൻ ഓതി തരുന്ന ഭാഗം ശ്രദ്ധിച്ചോദ. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ് ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. وإن الله لهو خير الرازقين. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. وإن الله لعليم حليم. അലീം കഴിഞ്ഞിട്ട് പിന്നെ ഹലീമാണ്, ഹ എന്നാണ്. വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹി ثم
ഖുതിലൂ അവിടെ നീട്ടാണ്ട് സുമ്മ ഖുതിലൂ ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ ഖൈറു الرازقين خير الرازقين ليدخلنهم ليرزقنهم നൂന് കനം കൂട്ടി കൊടുക്കണം ലയർസുഖന്നഹുമുല്ലാഹ് ഇവിടെ ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർളൗന രണ്ട് മീമ വന്നത് ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർളൗന മുദ്ഖലൻ തൻവീൻ ശേഷം യാ വന്നപ്പോ മുദ്ഖലൻ യർളൗന വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം ഓദിക്കേ വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹി ഖുതിലൂ يدخلنهم مدخلا يرضونه ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് വല്ലദീന ഒരു വിഭാഗം ആളുകൾ നേരത്തെ കഫറു വകദ്ദബു പഠിപ്പിച്ചു വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് പഠിപ്പിച്ചു അതേപോലെ വല്ലദീന ഒരു കൂട്ടം ആളുകൾ ഹാജറു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയാൽ സുമ്മ ഖുതിലൂ എന്നിട്ട് വഴിയിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് അവർ വധിക്കപ്പെട്ടാൽ ഖുതിലൂ കൊല്ലപ്പെട്ടാൽ അവരെ ആരെങ്കിലും കൊന്നാൽ ഔ മാതു അല്ലെങ്കിൽ സ്വാഭാവികമായും അവർ എവിടെയെങ്കിലും വെച്ച് മരിച്ചാൽ ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന അല്ലാഹു അവർക്ക് ഏറ്റവും നല്ല ഉത്തമമായ റിസ്ഖ് അവർക്ക് അല്ലാഹു കൊടുത്തിരിക്കും ഉറപ്പിച്ചിട്ടാണ് ലയർസുഖന്നഹുമുല്ലാഹ് അല്ലാഹു അവർക്ക് റിസ്ഖായി ഉപജീവനമായി കൊടുത്തിരിക്കും റിസ്ഖൻ ഹസന ഏറ്റവും ഉത്തമമായ റിസ്ഖ് വഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഹുവ അവൻ തന്നെയാണ് ഖൈറുർ റാസിഖീൻ ഏറ്റവും ഉത്തമമായി റിസ്ക് കൊടുക്കുന്നവൻ പടച്ചവനാണ് റസാഖ് ഹിജ്റ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു നാട്ടിൽ നിന്ന് ഒരാൾ ഒരു പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തേക്ക് മൊത്തം പറിച്ചു നടുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയാം അതൊരു കച്ചവട ആവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ നാട്ടിലത്തെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഒഴിഞ്ഞു പോകാനൊക്കെ ആയിട്ടാണെങ്കിൽ അത് ഹിജ്റ എന്ന് പറയില്ല ആദർശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന യാത്രയാണ് ഹിജ്റ ഇപ്പൊ നമ്മൾ തറവാട് പടിയാണ് ഉടുമ്പ് പടയ്ക്കണം നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടിയിട്ട് വേറെ സ്ഥലത്ത് അത് ഹിജ്റയാകൂല അതൊരു പറിച്ച് നടൽ തന്നെയാണ് പക്ഷെ അത് ഹിജ്റയാവൂല ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ആദർശം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകാത്തൊരു പ്രദേശത്ത് നിന്ന് അതിന് പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതിനാണ് ഹിജ്റ എന്ന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അയാളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമാണ് തന്റെ നാടും വീടും കുടുംബവും ജോലിയും എല്ലാം ഇട്ടെറിഞ്ഞ് പോവുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന അത് പ്രതീക്ഷിച്ചുകൊണ്ടാവുക എന്നതാണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും ജിഹാദ് ചെയ്യുകയും ചെയ്തവർ ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചാണെങ്കിൽ വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹ് പാപം പൊറുക്കുന്നവനാണ് അല്ലാഹ് കാരുണ്യവാനാണ് വല്ലദീന ഹാജറു വഉഖ്രിജൂ മിൻ ദിയാരിഹിം വഊദൂ ഫീ സബീലി വഖാതലൂ വഖുതിലൂ എന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയിട്ട് കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുകയോ ചെയ്താൽ ലൗകഫിറന്ന അൻഹും സയ്യിആതിഹിം ആ വ്യക്തികളുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്ന അരുവികൾ അവർക്ക് ഒരുക്കി കൊടുക്കും
മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അമാ അലിംത അംർ ഇബ്നുൽ ആസേ, നിനക്കറിയുമോ അന്നൽ ഇസ്ലാമ, ഇസ്ലാം എന്ന മതം യഹ്ദിമു മാ കാന ഖബ്ലഹു, അതിന്റെ മുമ്പുണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളും മായ്ച്ചു കളയും. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് എന്ത് കുരുത്തക്കേട് കാണിച്ചാലും, എത്ര ക്രൂരത കാണിച്ചവനാണെങ്കിലും ഇസ്ലാം സ്വീകരിക്കുന്നതോടെ അയാളുടെ മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ പൊറുക്കപ്പെടും. മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജനസേവന കാരുണ്യ പ്രവർത്തനമാണ് അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അയാൾ നന്നാവുക, അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിന് മുമ്പുണ്ടായത് മൊത്തം അല്ലാഹു തആല മായ്ച്ചു കൊടുക്കും. ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരണപ്പെട്ടു. നിലമ്പൂർകാരനാണ്. തികഞ്ഞ മതനിരീശ്വരവാദിയായിരുന്നു. ഇസ്ലാമിനെതിരെ, മതങ്ങൾക്കെതിരെ നാടകമുണ്ടാക്കിയ മനുഷ്യനാണ്. കേരളത്തിന്റെ മുക്കുമൂലകളിൽ നാടക അഭിനയത്തിലും നാടക സ്റ്റേജുകളിലും കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ മേഖലയിൽ കടന്നു വന്ന് ദീന് പഠിക്കാൻ കഴിഞ്ഞ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ദീന് സ്വീകരിച്ച് ശരിക്കും മതം മാറി വന്ന് പഠിച്ച് പണ്ഡിതനായി ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിന്റെ കിതാബുണ്ട്. നമ്മളൊക്കെ പല പുസ്തകശാലയിലും ചെറിയൊരു പുസ്തകമുണ്ട്, ആരാണ് അള്ളാഹു എന്ന് അദ്ദേഹം പഠിച്ച് വിശദീകരിച്ച് ഇതൊരു ചെറിയ പുസ്തകമുണ്ട്. എത്ര ആൾക്കാർക്ക് മാറ്റമുണ്ടാക്കിയ കിതാബ് എന്നറിയാം. അപ്പൊ ഒരു ഇസ്ലാം ഇല്ലാത്തൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇസ്ലാമാണ്. അത് അയാളുടെ മുമ്പുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബി പറയണേ, വഅന്നൽ ഹിജ്റ, ഒരു മനുഷ്യൻ ഹിജ്റ പോയാൽ തഹ്ദിമു മാ കാന ഖബ്ലഹ, അതിന്റെ മുമ്പ് സംഭവിച്ചതെല്ലാം മായ്ക്കപ്പെടും. വഅന്നൽ ഹജ്ജ, ഒരു വ്യക്തി ഹജ്ജ് ചെയ്താൽ യഹ്ദിമു മാ കാന ഖബ്ലഹു, മുമ്പുണ്ടായ മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടും. 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇസ്ലാം സ്വീകരിക്കുക എന്ന്, 2 ഹിജ്റ പോവുക എന്ന്, 3 ഹജ്ജ് ചെയ്യുക. ഇതെല്ലാം മുമ്പ് കഴിഞ്ഞു പോയതെല്ലാം പൊറുക്കപ്പെടുന്ന നന്മകളായിട്ടാണ് നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് എന്നർത്ഥം. മക്കക്കാര് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ പല ശ്രമങ്ങളും ഉണ്ടായപ്പോഴാണ് അവിടുന്ന് ഹിജ്റ പോകേണ്ട ഘട്ടം അവർ എത്തിപ്പെട്ടത്. ഹിജ്റയിൽ അവർക്കുണ്ടായ പ്രധാനപ്പെട്ട പാഠം അതിന്റെ നിയ്യത്തായിരിക്കും, അതിന്റെ പ്രതിഫലം തീരുമാനിക്കാം. അവിടെ പോയിട്ട് കച്ചവടം ചെയ്യണം എന്നാണോ നിയ്യത്ത്, അപ്പൊ കച്ചവടം കിട്ടുള്ളൂ. അവിടെ പോയിട്ട് പെണ്ണിട്ടണം എന്നാണോ നിയ്യത്ത്, പെണ്ണെ കിട്ടുള്ളൂ. അള്ളാന്റെയും റസൂലിന്റെയും മാർഗം തേടിയാണോ ഹിജ്റ പോണത്, അപ്പോഴേ അതിന്റെ ഗുണവും നിയ്യത്തും കിട്ടുകയുള്ളൂ എന്നർത്ഥം. ആദർശത്തിന് ഒരു ആസ്ഥാനം വേണമെന്ന് പഠിപ്പിക്കുന്നതായിരുന്നു ഹിജ്റ. ആദർശം ഉണ്ടായ പോരാ, ആദർശം സംരക്ഷിക്കാൻ ആസ്ഥാനം വേണമെന്നുള്ളത് പഠിപ്പിച്ചതായിരുന്നു ഹിജ്റ. മക്കത്ത് ആസ്ഥാനം ഉണ്ടായിരുന്നില്ല. മദീനത്ത് ചെന്നപ്പോൾ ആസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഖുബാ മസ്ജിദിലായിരുന്നു ആദ്യം തുടക്കം കുറിച്ചത്. പിന്നീട് വ്യത്യസ്ത പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന ആസ്ഥാന മന്ദിരങ്ങൾ അവർ സ്ഥാപിച്ചു എന്നത്. അമാനത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്നത് ഹിജ്റ പഠിപ്പിച്ച പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ പല കുടുംബത്തിന്റെയും ആധാരങ്ങളും പ്രമാണങ്ങളും പല സ്വത്തുകളുടെയും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട അല്ലമീനായിരുന്നു നബി. ഹിജ്റ പോണതിന്റെ മുമ്പ് ഈ ബന്ധുക്കളൊക്കെ കുടുംബങ്ങളൊക്കെ വിളിച്ചിട്ട് കൊടുക്കാളൊക്കെ തിരിച്ചു കൊടുത്തു. നമ്മൾ ഒരു പ്രാസ്ഥാനികമായിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ രാഷ്ട്രീയത്തിലോ സാമുദായിക വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു അമാനത്തായി നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതയുള്ള ചുമതല കണ്ടിച്ചെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ, നിർത്തി പോകുകയാണെങ്കിൽ, ഗൾഫ് പോകുകയാണെങ്കിൽ അതൊക്കെ ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പഠിപ്പിച്ചു തരാണ്. അവിടെ എത്തിയിട്ട് മെസ്സേജ് അയച്ചിട്ടാ ഞാൻ അവിടെ എത്തിക്കണിട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ അമാനത്ത് തീരൂല. ഉത്തരവാദിത്വം അത് നബിതങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരാണ്. അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ളത് അള്ളാന്റെ മാർഗത്തിലായാൽ ആ ഹിജ്റയിൽ നമുക്ക് കിട്ടിയ പാഠം അതാണ്. ഈമാനും തവക്കുലുമാണ് അവരെ സഹായിച്ചത്. ഗുഹന്റെ ഉള്ളിൽ പോയി ഇരുന്നപ്പോ ശത്രുക്കൾക്കൊന്ന് വന്ന് നോക്കിയാ കാണുന്ന ദൂരത്തെത്തിയിട്ട് എങ്ങനെയാണ് അവർ സംരക്ഷിക്കപ്പെട്ടത്? അവർ ഈമാന് കൊണ്ടും അള്ളാഹ് സംരക്ഷിക്കും, ഇന്നല്ലാഹ മഅനാ എന്ന ബോധവുമാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന ബോധമാണ് അവരെ സംരക്ഷിക്കപ്പെട്ടത് എന്നർത്ഥം. അതുപോലെ തന്നെ ഈ ഹിജ്റ
ഹിജ്റയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് വേണ്ടി പഠിപ്പിച്ചിരിക്കുന്ന മഹത്തരമായ മറ്റൊരു പാഠമാണ്, ആദർശമാണ് വലുത്. അതിനുവേണ്ടി നാടും വീടും കുടുംബവും എല്ലാം മാറ്റിവെക്കാൻ അവർ സന്നദ്ധരായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ആ ഹിജ്റ എന്നതുകൊണ്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ത്യജിച്ചാൽ ഉത്തമമായത് പകരം നൽകും. മക്കയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് മദീനയിൽ അതിനേക്കാൾ ഹൈറായത് കിട്ടി. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും, ഞാൻ അതൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്കാകെ നഷ്ടങ്ങളില്ലേ വരികയെന്ന്. പടച്ചോൻ അതിനേക്കാൾ ഹൈറായതായിരിക്കും ചിലപ്പോൾ നമുക്ക് തരിക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഹിജ്റയിൽ നിന്ന് കിട്ടിയ പാഠമാണ്, നല്ല ചങ്ങാതിമാരെ നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കി കിട്ടിയതൊക്കെ ഈ ഹിജ്റയിൽ നിന്ന് കിട്ടിയ പാഠമാണ്. അതുകൊണ്ട് വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, നിങ്ങൾക്കൊരു നാട്ടിൽ ആദർശമനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഹിജ്റയാണ്. ദീനുമാറലല്ല. ഇപ്പം ഇന്ത്യ രാജ്യത്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പഠിക്കേണ്ട വാക്കാണ്. പിന്നെ ദീന് മാറിപ്പോക്കല്ല, നമ്മൾ മാറേണ്ടത് പ്രദേശം മാറലാണ്, നാട് മാറുകയാണ് ചെയ്യുക. ആദർശം മാറ്റാൻ പറ്റൂല. ഉറച്ച അഖീദയും നമ്മുടെ ഈമാനും സംരക്ഷിക്കുകയാണ് വേണ്ടത്. വല്ലദീന ഹാജറു, ആരെങ്കിലും ഹിജ്റ പോവുകയാണെങ്കിൽ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, സുമ്മ ഖുതിലു, എന്നിട്ട് അവർ വധിക്കപ്പെട്ടാൽ. ഖതല, ഒരാള് വേറെ ഒരാളെ കൊല്ലണേന് ഖതല എന്നാ പറയാ. ഖുതിലു എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുക. കതബ എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതി എന്നാണ്. കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു എന്നാണ്. അതുപോലെ ഹാജറ, ഹിജ്റ പോയ, ഫീ സബീലില്ലാഹ് സുമ്മ ഖുതിലു, പിന്നീട് അവർ വധിക്കപ്പെട്ടാൽ ഹിജ്റ പോകുന്ന വേളയിൽ അല്ലെങ്കിൽ ഹിജ്റക്ക് കഴിഞ്ഞിട്ട്. യുഖ്ബിറു തആല അമ്മൻ ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാഹ്. തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ്, അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ ഹിജ്റ പുറപ്പെട്ട് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചു പോയാൽ, വതലബൻ ലിമാ ഇൻദ, അള്ളാന്റെ എന്നുള്ളത് കിട്ടാൻ വേണ്ടി പോയാൽ, വതറക്കൽ ഔതാന, രാജ്യം വിട്ടുപോയാൽ, വല്ലഹിലീന, കുടുംബക്കാരെ ഉപേക്ഷിച്ചാൽ, വൽഖില്ലാന, ചങ്ങാതിമാരെ ഉപേക്ഷിച്ചു പോയാൽ, വഫാറഖ ബിലാദഹു ഫില്ലാഹി വറസൂലി, സ്വന്തം രാജ്യം അള്ളാഹ്ക്കും റസൂലിനും തൃപ്തി കിട്ടുന്നതിന്റെ ഭാഗമായി പോയാൽ, വനുസ്റതൻ ലിദീനില്ലാ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി ഹിജ്റ പോയാൽ, സുമ്മ ഖുതിലൂ ഫിൽ ജിഹാദ്, എന്നിട്ട് ജിഹാദ് ചെയ്യുന്നതിന്റെ ഭാഗമായി വധിക്കപ്പെട്ടാൽ, യുദ്ധത്തിൽ ഷഹീദായാൽ, ഔ മാതു ഐ ഹത്ഫ അൻഫിഹിം, അല്ലെങ്കിൽ സ്വയം രോഗങ്ങളോ മറ്റോ വന്നിട്ട് അവരുടെ വിരിപ്പിൽ കിടന്നോ മറ്റോ ഒക്കെ മരിച്ചാൽ, ഫഖദ് ഹസലു അലൽ അജ്രിൽ ജസീൽ, വമ്പിച്ച പ്രതിഫലം, വസ്സനാഉൽ ജമീൽ കമാ ഖാല തആല, മറ്റു ആയത്തുകളിലുള്ള പറഞ്ഞ സൂറത്തുൻ നിസാഇന്റെ 100-ാമത്തെ ആയത്തിൽ, വമൻ യഖ്റുജ മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലി, ആരെങ്കിലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിലേക്ക് ഹിജ്റ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, സുമ്മ യുദ്രികുഹുൽ മൗത, എന്നിട്ട് മരണം വഴിയിൽ വെച്ച് പിടികൂടിയാൽ, ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവൻക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ഉറപ്പിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കോളണമെന്നൊന്നുമില്ല. അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ മരിച്ചാലും ഇതിൽ പെട്ടു എന്നാ പറയുന്നത്. എന്താണ് പ്രതിഫലം കിട്ടുക? അള്ളാന്റെ വമ്പിച്ച ശ്രേഷ്ഠതായ ഫളില് കിട്ടും. അള്ളാന്റെ റിസ്ക് കൊടുക്കും. മിനൽ ജന്നതി, സ്വർഗത്തിൽ നിന്നുള്ളതാ കൊടുക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ റിസ്ക് കിട്ടുക എന്ന് പറയും. മരിച്ചവർക്കുള്ള റിസ്ക് എന്താണ്? സ്വർഗത്തിൽ നിന്നാണ്. അവന്റെ കണ്ണിന് കുളിർമുള്ള സ്വർഗീയ കാഴ്ചകൾ അവർക്ക് കിട്ടും. തീർച്ചയായും അല്ലാഹ് അങ്ങനെ ഏറ്റവും ഉത്തമമായ റിസ്ക് കൊടുക്കുന്നവനാണ്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാനു വജന്നത്തു നഈം. മുഖറബീങ്ങളായ ആളുകൾക്ക് നല്ല റൈഹാനും റൗഹും ജന്നത്തും, അവർക്ക് അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ വിവിധങ്ങളായ റിസ്ക് അല്ലാഹ് കൊടുക്കും. വജന്നത്തുൻ നഈം, അനുഗ്രഹീതമായ സ്വർഗീയ തോട്ടങ്ങൾ അവർക്ക് അല്ലാഹു തആല കൊടുക്കും. ആർക്കാണത്? ബിമൻ യുഹാജിറു വയുജാഹിദു ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയി ജിഹാദ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഓദിക്കേ, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ് ثم
قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ഏറ്റവും ഉത്തമമായ റിസ്ക് നൽകുന്നവൻ അവനാണ്. ഈ റിസ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ആലോചിക്കണം, റിസ്ക് തരുന്നത് റസാഖ് അള്ളയാണ്. ഇന്നല്ലാഹ ഹുവർ റസാഖുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് ഒരു മനുഷ്യന് റിസ്ക് നൽകുന്നത്. ആ റിസ്ക്കാണ് നമ്മൾ മുടക്കാൻ വിചാരിച്ചാൽ അത് മുടങ്ങൂല. പിന്നെ ആ റിസ്ക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അപ്പം അത് തരുന്നത് പടച്ചോനാണ് എന്ന ബോധത്തോടെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് റിസ്ക് ലഭിക്കാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പോകാൻ കാണാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവർക്ക് റിസ്കിൽ ബാധിക്കുന്നതാണ് പറയാം. അതേപോലെ തന്നെ ഹറാമുകൾ സമ്പാദിക്കുന്ന ആളുകളുടെ റിസ്കിനെ ബാധിക്കുന്ന പറയാം. ചില നന്മകളെ പറ്റി പറയുന്നിടത്ത് കാണാൻ സാധിക്കും കുടുംബ ബന്ധം ചേർക്കുന്നവരിൽ അവന്റെ റിസ്കിനെ ഉയർച്ച ഉണ്ടാക്കും. വേറെ ചില കാര്യങ്ങളിലൊക്കെ ദിക്ർ ചൊല്ലുന്നിടത്ത് കാണാൻ സാധിക്കും അവന്റെ റിസ്കിൽ വർധനവുണ്ടാകും. ഇന്നലെ നമ്മൾ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവന് റിസ്കിൽ വർധനവുണ്ടാകും. ഇങ്ങനെ ഇത് പടച്ച റബ്ബ് തന്റെ സൃഷ്ടികൾക്കിടയിൽ കൊടുക്കുന്ന ഒരു ഓഹരി വെച്ചു കൊടുക്കുകയാണ് റിസ്ക്. അള്ളാഹയാണ് അത് ഏറ്റവും നന്നായി മനോഹരമായി ചെയ്യുന്നവൻ എന്നാണ് അതിൽ ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു എന്തൊക്കെയാണ് അവർക്ക് വരാൻ കിട്ടുന്ന ഗുണം എന്തൊക്കെയാണ്. ആയത്ത് നോക്കിക്ക്, അടുത്ത ആയത്ത് ലയുദ്ഖില وَإِنَّ اللَّهَ لَعَلِيمٌ حَلِيمٌ ലയുദ്ഖിലന്നഹും നിശ്ചയമായും അവൻ അവരെ പ്രവേശിപ്പിക്കും. ദഖല പ്രവേശിച്ചു, യുദ്ഖിലു പ്രവേശിപ്പിക്കും. അതിന്റെ മുമ്പിൽ യുദ്ഖിലു എന്നുള്ള വാക്കിന്റെ മുമ്പിൽ ലാ വന്നാൽ ഉറപ്പായും പ്രവേശിപ്പിക്കും. അതിന്റെ ശേഷം നാ എന്ന് കനം കൂട്ടി വന്നാൽ വീണ്ടും ഉറപ്പിച്ചേർപ്പം. രണ്ട് ശക്തിപ്പെടുത്തുന്ന വാക്കല്ല. യുദ്ഖിലന്ന അവരെ ഉറപ്പായും പ്രവേശിപ്പിക്കും. എവിടെ? മുദ്ഖലൻ പ്രവേശന സ്ഥലത്ത്. മുദ്ഖൽ പ്രവേശന സ്ഥലത്ത് അവരെ പ്രവേശിപ്പിക്കും. ഏതാണ് സ്ഥലം? യർലൗന അവർ തൃപ്തിപ്പെടുന്ന ഒരു സ്ഥലത്ത്. ഫി ഐഷത്തി റാളിയ തൃപ്തിപ്പെട്ട ജീവിതം ലഭിക്കുന്ന സ്വർഗം. അവർ ഇഷ്ടപ്പെടുന്ന, കൊതിക്കുന്ന, പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന നല്ല ഒരു സ്ഥലത്ത് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. അതിനാണ് ജന്നാത്തിൻ നഈം നമ്മൾ വിശേഷിപ്പിച്ചത്. വഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഅലീമുൻ ഹലീം. ആ വാക്കുകൾ തമ്മിൽ അർത്ഥം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായല്ലോ. അലീമും ഹലീമുമാണ് അല്ലാഹു തആല. അലീം എന്നർത്ഥ ഇൽമുള്ളവനാണ്, ഇൽമ് അറിവുള്ളവനാണ്. ഹലീമോ ഹിൽമുള്ളവനാണ്, വിവേകം, ക്ഷമ, സഹനം. തന്റെ അടിമകൾ ചെയ്യുന്ന പാപങ്ങളുടെ പേരിൽ അല്ലാഹു സഹിക്കും, അല്ലാഹു പൊറുക്കും, അല്ലാഹു ക്ഷമിക്കും. വഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഅലീം സർവജ്ഞാനിയാണ്, ഹലീമുൻ ക്ഷമാലുവാണ്, സഹനശീലനാണ്. ഇബ്രാഹിം നബിനെ പറ്റി പറയുന്നിടത്ത് കാണാം ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, സഹനമുള്ളവൻ, ക്ഷമയുള്ളവൻ. നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഹിൽമ് ഉണ്ടാവുക, വിവേകം ഉണ്ടാവുക, പക്വത ഉണ്ടാവുക, ക്ഷമ ഉണ്ടാവുക. നമ്മുടെ മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില ക്വാളിറ്റികളുണ്ട്, ചില മൂല്യങ്ങളും ചില ഗുണങ്ങളുണ്ട്. നമ്മൾ അക്ഷമനാകാൻ പാടില്ല, നമ്മൾ അസഭ്യങ്ങൾ പറയുന്നവനാകാൻ പാടില്ല, നമ്മൾ ജനങ്ങളുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ക്ഷുഭിതനാകാൻ പാടില്ല. നമ്മളോട് ഇങ്ങോട്ട് പലരും പല രൂപത്തിൽ പെരുമാറും, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആദർശ രംഗത്തും പ്രബോധന രംഗത്താണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങോട്ട് ഒരാൾ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. നിങ്ങൾക്കെതിരെ ഒരാൾ തിന്മ കൊണ്ട് പെരുമാറുമ്പോൾ നിങ്ങൾ നന്മ കൊണ്ട് അവരോട് പ്രതികരിക്കുക. ഇങ്ങോട്ട് നമ്മളെ മോശമായിട്ട് വയലന്റ് ആക്കി ദേഷ്യം പിടിപ്പിച്ച് തെറി പറയണവന് അങ്ങോട്ട് തെറിയല്ല മറുപടി. നമ്മളൊക്കെ നല്ല മെയിൻ അടിപൊളി പ്രോഗ്രാമിന്റെ ഒക്കെ താഴെ ചിലപ്പം ചില ആൾക്കാരൊക്കെ വന്ന് വളരെ മോശം കമന്റ് ഇടും.
സ്വാഭാവികമാണ്, അതിന് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. അതിന് നമ്മളും ഇതേമാതിരി മോശം ഒരു കമന്റ് അതിന്റെ താഴെ പോയി നമ്മളിട്ട് കൊടുത്തോല്ലോ. അപ്പൊ നമ്മൾ ഓലമാതിരി ആകാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ദഅവത്ത് നടത്തണം എന്ന് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, എൻ്റെ കാരണം കൊണ്ട് മനുഷ്യൻ സത്യം കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മൊബൈലിലെ വീഡിയോകളുടെ താഴെ കാണുന്ന ഇടപെടേണ്ട സ്ഥലത്ത് ഒരു കമന്റ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ മെസ്സേജ് യൂട്യൂബിലൊക്കെ വീഡിയോകളുടെ താഴെ കാണുന്ന കമന്റുകൾ കണ്ടിട്ട് നമ്മൾ വായിച്ചപ്പോൾ ഒരു മറുപടി നമ്മൾ ഇട്ടില്ലല്ലോ. എന്തെല്ലാം മറുപടി നമുക്ക് പറയാൻ പറ്റും, എന്തെല്ലാം വിവരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചൂടെ? ഇനി അതിന് കഴിയില്ലെങ്കിൽ അത് അറിയുന്ന ഒരാളെ കൊണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചുതരാൻ പറ്റും, അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തൂടെ? ഏറ്റവും വലിയ ദഅവത്താണ്. എത്ര ആൾക്കാരത് വായിക്കുന്നറിയോ, എത്ര ആൾക്കാരത് തിരുത്തുന്നറിയോ നിലപാടുകൾ. ഇന്ന് ഒരുപാട് വിമർശനങ്ങളുണ്ട്. പ്രസ്ഥാനത്തെ വിമർശിക്കുന്നവരുണ്ട്, നേതാക്കന്മാരെ വിമർശിക്കുന്നവരുണ്ട്. തൻ്റെ മൊബൈൽ ഫോൺ കൊണ്ട് ഓണാക്കി ഒരു വീഡിയോ ഓണാക്കിയിട്ട് എന്തും പറയാ. കാണാൻ ആൾക്കാരുണ്ട്, കേൾക്കാൻ ആൾക്കാരുണ്ട്, അത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അപ്പൊ അത് ഈ ഒരു മേഖലയിൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന മാർഗമാണെന്ന് പറഞ്ഞിരിക്കും. ഈ ഒരു നിലക്ക് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തിന്മ കൊണ്ട് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, തെറി കൊണ്ട് പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, നമ്മൾ വയലന്റ് ആകുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഹെൽമ ഉണ്ടാവണം, സഹനം ഉണ്ടാവണം, ക്ഷമ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹ് അലീമാണ്, അള്ളാഹ് ഹലീമാണ്. അതിൽ യാതൊരു കുറവുകളും പോരായ്മകളും ഇല്ലാത്ത ഇസ്സത്തുള്ള, ശുദ്ധിയുള്ള, പരിശുദ്ധനാക്കപ്പെട്ട അവസ്ഥയാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്. തീർച്ചയായും അല്ലാഹു ലഅലീമുൻ, സർവജ്ഞാനിയാണ്, ഹലീമുൻ, സഹനശീലനായ, ക്ഷമാലുവായ റബ്ബാണ്. അതുകൊണ്ട് മനുഷ്യ, നിനക്ക് ഏറ്റവും ഉത്തമമായ, നിന്നെ പ്രവേശിപ്പിക്കേണ്ട സ്ഥലത്ത് പടച്ചോൻ നിന്നെ പ്രവേശിപ്പിക്കും. ഏറ്റവും നല്ല തൃപ്തിയുള്ള സ്ഥലത്ത്, ജന്നാത്തുൻ നഈമിൽ നിന്നെ പ്രവേശിപ്പിക്കുമെന്നാ പറഞ്ഞത്. ആയത്തൊന്നും എഴുതിക്കേ. ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർളൗനഹു വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം. ഏറ്റവും ഉചിതമായ പ്രവേശന സ്ഥാനത്ത് അല്ലാഹു തആല അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഉലമാക്കന്മാർ പറഞ്ഞത്, ഫഉഖ്ബിറ അൻ യഹ്സില ലഹു റാഹത, അവന് റാഹത്ത് കൊടുക്കും, അവന് റിസ്ഖ് കൊടുക്കും, വജന്നത്തുൻ നഈം, സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹീതമായ ജന്നത്ത് കൊടുക്കും, വയഹ്ലിമു, അല്ലാഹു തആല ക്ഷമിച്ചു കൊടുക്കും, വയസ്ഫഹു, പുറത്തു കൊടുക്കും, വയഗ്ഫിറു, മായിച്ചു കൊടുക്കും, ലഹുമുദ്ദുനൂബ, ഇവർ ചെയ്ത പാപങ്ങൾ, ഹിജറ പോയവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും, വയുകഫിറുഹാ അൻഹും ബിഹിജ്റതിഹിം ഇലൈഹി, അവരുടെ ഹിജറയിലൂടെ ഉണ്ടായ മാറ്റത്തിൽ അല്ലാഹു അവരുടെ മുൻപകാല പാപങ്ങൾ വിട്ടുകൊടുക്കും, വതവക്കുലിഹിം അലൈഹി, അല്ലാഹുവിൽ തവക്കുലാക്കി ഇറങ്ങി പുറപ്പെട്ടതിലുമുള്ളത് അവൻ കൊടുക്കും. فأما من قتل في سبيل الله من مهاجر أو غير مهاجر, ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ട് ഹിജറ പോയാലും ഇല്ലെങ്കിലും ശരി, فإنه حي عند ربه يرزق, അല്ലാഹുവിന്റെ അടുത്ത് അവൻ എന്നും ജീവിച്ചിരിപ്പുള്ള റിസ്ഖുള്ള ഷഹീദിന്റെ കൂലിയല്ലേ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാൽ, ഷഹീദായാൽ അള്ളാന്റെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹ് റിസ്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഓർക്ക് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം, ഓർക്ക് വേണ്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെക്കാം എന്നൊന്നും അതിന് അർത്ഥമില്ലാതെ അള്ളാഹുവിന്റെ അടുത്തുള്ള ബർസഖിയായ ജീവിതമാണ് അള്ളാഹ് കൊടുക്കുന്ന അവിടുത്തെ സവിശേഷമായ റിസ്ഖാണ് അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാൽ ലഭിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സംഭവങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, അവർ ഹിജറ ചെയ്ത മക്കക്കാര് മദീനത്തേക്ക് പോയതും അബിസീനിയയിലേക്ക് പോയതും അതിന്റെ ഇടയിലുണ്ടായ ഒട്ടനേകം സംഭവങ്ങൾ. സമ്പത്തുണ്ടായിരുന്ന സുഹൈബ് റൂമി തന്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ട് ഹിജറ പോയ രംഗം. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ ഒറ്റക്ക്, കുടുംബത്തിനൊക്കെ വിട്ടിട്ട് വഴിയിൽ വെച്ചിട്ട്, അതിർത്തിയിൽ വെച്ച് തടഞ്ഞിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് മദീനത്തേക്ക് ഹിജറ പോകാൻ പറഞ്ഞു. കുടുംബങ്ങൾ, ഭാര്യനെയും കുട്ടിനെയൊക്കെ വിടത്താനിട്ട് പോകേണ്ടി വന്ന രംഗണ്ടയിൽ ഒരുപാട് സംഭവങ്ങൾ. പോകുന്ന വഴിയിൽ എല്ലാ നിലക്കുമുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോണത്. കൂടെ യാത്രക്കാരനായിട്ട്, സഹായിയായിട്ടൊരു വഴിയാത്രക്കാരനെ കൊണ്ടുപോയി വഴി കാണിക്കാൻ.
ഭക്ഷണം എത്തിച്ചേരാനുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തി, വീട് നോക്കാൻ അലി റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ ശരിക്ക് ഒരു വലിയ പാഠം പഠിപ്പിച്ച ഇസ്ലാമിക ചരിത്രമാണ് ഹിജ്റ എന്നതും അതൊരു ത്യാഗമാണെന്നതും അതിൻ്റെ വലിയ നേട്ടമാണ് മുഹാജിരീങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൻ്റെ സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഒരുപാട് നന്മകളോടെ ജീവിച്ച് മരിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അറിവ് നമുക്കേറെ ഉപകരിക്കുന്ന, നാളെ പരലോകത്ത് സ്വർഗം നേടാൻ ഉപകരിക്കുന്ന ഇൽമാക്കി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ ബറക്കത്തുള്ള സന്തോഷകരമായ റിസ്ഖ് നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും നാടുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബേ, നീ ഞങ്ങൾക്ക് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുഗ്രഹമാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വലിയ വമ്പിച്ച പ്രതിഫലം നൽകണമേ. അല്ലാഹു മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികളായ സഹോദരങ്ങൾക്ക് ശിഫ നൽകണം. നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ്സിലൊക്കെ വരുന്ന പഠിതാക്കളെ പലരുടെയും മാതാപിതാക്കളെ രോഗികളായി പ്രയാസപ്പെടുന്നവരൊക്കെയുണ്ട്. അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ശാഹിദീൻ. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.